നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോയിൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് ആണ്. അതിൽ ജോയിൻറ്റ് പ്രോഡക്ട്സും എന്താണ് ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രോഡക്ട്സ് ആർ ദോസ് പ്രോഡക്ട്സ് വിച്ച് ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കോമൺ റോ മെറ്റീരിയൽ ഓർ പ്രോസസ്. നമുക്കറിയാം ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരെ ഒരേ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ് ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരെ. ആ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിന് ശേഷം അത് ഡിഫറെൻറ്റ് പ്രോഡക്ട്സായി മാറുന്നു. അങ്ങനെയാണ് ജോയിൻറ്റ് പ്രോഡക്ട്സിന് നമ്മൾ പറഞ്ഞത്. അതിൽ വരുന്ന സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ നോക്കുക, സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരുന്നുണ്ട്. അതുവരെ നമുക്ക് ആ ഒരു പ്രോഡക്ട്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് വരെ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതിന് ശേഷം ഇൻകർ ചെയ്യുന്ന, അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ വരും. ആ എക്സ്പെൻസിനെ നമ്മൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ളത്, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ആണ്, അല്ലേ? മെത്തേഡ്സ് ആണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം മിൽക്കിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ തൈര് വരുന്നുണ്ട്, മോര് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഐറ്റംസ്, നെയ്യ്, അതുപോലെ തന്നെ അങ്ങനെ പല ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഈ ഒരു പാല് തന്നെയാണ്, ആ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് വരെ അതുവരെ ഉള്ളതിനെ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വരുന്നുണ്ട്. അതിൽ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്, സർവേ മെത്തേഡ്, കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്, സെയിൽസ് വാല്യൂ മെത്തേഡ്, സെയിൽസ് പ്രൈസ് മെത്തേഡ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഈ ഒരു മെത്തേഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡാണ്. ആവറേജ് എന്താ നമുക്കറിയാം, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൽ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്, നമുക്ക് കിട്ടുന്ന ടോട്ടലായിട്ടുള്ള ജോയിൻറ്റ് കോസ്റ്റിനെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്, അതായത് എത്രയാണോ ടോട്ടൽ, നമ്മളിവിടെ ജോയിൻറ്റ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ജോയിൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണല്ലോ ആവറേജ് എന്ന് പറയുന്നത് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്, ആ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ അതുവരെയുള്ള ആ നമ്പർ ഓഫ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ, ആ യൂണിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് കിട്ടും. ഒരു എക്സാമ്പിളാണ്, ഇൻ ദ ടിമ്പർ ഇൻഡസ്ട്രി ദ മില്ലിംഗ് ഓപ്പറേഷൻ ഓഫ് ദ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് ഡ്യൂറിങ് എ പീരീഡ് എമൗണ്ടഡ് ടു 72,000 വിത്ത് ദ ഫോളോയിങ് പ്രൊഡക്ഷൻ. അവിടെ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ വരുന്നുണ്ട്, സെക്കൻഡ് ഗ്രേഡ് ടിമ്പർ വരുന്നുണ്ട്, തേർഡ് ഗ്രേഡ് ടിമ്പർ വരുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ യൂണിറ്റും തന്നിട്ടുണ്ട്. അപ്പോർഷൻ ദ ജോയിൻറ്റ് കോസ്റ്റ് ഓൺ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പറെന്നും സെക്കൻഡ് ഗ്രേഡ് ടിമ്പറെന്നും തേർഡ് ഗ്രേഡ് ടിമ്പറെന്നും പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്രയാണ് ഇതിൻ്റെ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. യൂണിറ്റ് കോസ്റ്റ്, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്, അതായത് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, അല്ലേ? ഇതിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, ടോട്ടൽ കോസ്റ്റ് ദ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് എമൗണ്ടഡ് ടു 72,000 വിത്ത് ദ ഓപ്പറേഷൻ. മൊത്തം കോസ്റ്റ് എന്ന് പറയുന്ന, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 72,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ടഡ് ടു ₹72,000. ഇതിൽ മൊത്തം യൂണിറ്റ്സ് എത്രയാണ് തന്നിട്ടുള്ളത്, 12,000 ആണ്. അപ്പോൾ 72,000
ഡിവൈഡഡ് ബൈ എത്ര വരും? 12,000 ഈക്വൽ ₹6 ആണ്. 6 rupees നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഓരോന്നിൻ്റെയും ഷെയർ നമുക്ക് നോക്കണം. അപ്പം നമുക്ക് അറിയാം ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ എന്ന് പറയുന്നത് 3000 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ 3000 യൂണിറ്റ് ആണ് ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ എന്ന് പറയുന്നത്. 3000 യൂണിറ്റ് ആണ്. പക്ഷേ ഇതിൽ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 72,000 വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ 3000 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പറിൻ്റെ എത്ര ഷെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തുണ്ട്? 6 rupees ആണ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് യൂണിറ്റ് കോസ്റ്റ് 6 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ, അതായത് ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ എത്രയാണ്? ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ എന്ന് പറയുന്നത് 3000 ആണ് അതിൻ്റെ യൂണിറ്റ്സ് വരുന്നത്. 3000 യൂണിറ്റ് ആകുമ്പോൾ 6 വെച്ചിട്ട് എത്ര ഉണ്ടാകും? 18,000 ഉണ്ടാവും അല്ലേ? 18,000 ആണ് ഫസ്റ്റ് ഗ്രേഡ് ടിമ്പറിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. ജോയിൻറ്റ് കോസ്റ്റിൻ്റെ ഷെയർ, അതായത് ജോയിൻറ്റ് കോസ്റ്റിലേക്ക് മൊത്തം ഒരു ടോട്ടൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ജോയിൻറ്റ് കോസ്റ്റ് 72,000 ആണ്. അതിൽ 3 ടൈപ്പ് ഓഫ് ടിമ്പർ ഉണ്ട്. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്. അതൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയൂല. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ് ചെയ്ത് എത്രയാണ് ഓരോന്നിൻ്റെയും ഷെയർ എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നത് എന്താണ്? ഫസ്റ്റ് ഈ ഒരു 3000, 18,000 ഫസ്റ്റ് ഗ്രേഡ് ടിമ്പറിൻ്റെ കോൺട്രിബ്യൂഷൻ 18,000 ആണ് ശരിക്കും വരുന്നത്. ഇനി സെക്കൻഡ് ഗ്രേഡാണ്. സെക്കൻഡ് ഗ്രേഡിൽ എത്രയാണ് വരുന്നത്? നമുക്കറിയാം 6,000 ആണ്. നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാം 6,000 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 6,000 ഇൻറ്റു 6 ആയിരിക്കും ഇതിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 36,000 ആണ് വരുന്നത്. ഇപ്പോൾ 36,000 വരുന്നുണ്ട്. ഇനി തേർഡ് ടിമ്പറിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? തേർഡ് ടിമ്പറും എത്ര തന്നെയാണ് വരുന്നത്? 3,000 ആണ് വരുന്നത്. അപ്പോൾ 3,000 ഇൻറ്റു 6 18,000 തന്നെയാണ് വരുന്നത്. ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 72,000. അപ്പം നമുക്ക് ഈ തന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 72,000 എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റാണ്. നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ, സെക്കൻഡ് ഗ്രേഡ് ടിമ്പർ, തേർഡ് ഗ്രേഡ് ടിമ്പർ തന്നിട്ടുണ്ട്. അതിൽ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ അവരുടെ ഷെയറാണ് നമ്മളോട് അപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടിട്ട് ഒക്കത്തിനും ഷെയർ ചെയ്യാണ്. ആവറേജ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. എത്രയാണ്? 6 ആണ്. അപ്പോൾ ഈ 6നെ നമ്മൾ ഫസ്റ്റ് ഗ്രേഡിനും സെക്കൻഡ് ഗ്രേഡിനും തേർഡ് ഗ്രേഡിനും അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ഓരോന്നും ജോയിൻറ്റ് കോസ്റ്റിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ജോയിൻറ്റ് കോസ്റ്റിൽ നമ്മളൊരു ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുക എന്നുള്ളത്.